ദൈവത്തിന്റെ പദ്ധതിയെ ആർക്കും തടയാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നിറവേറണമെങ്കിൽ കേൾക്കുന്നുണ്ടോ ആവോ? ദൈവത്തിന്റെ പദ്ധതി നിറവേറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോ നമ്മൾ കൊന്ത ചൊല്ലുന്നു, പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, മറ്റ് പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നു, എല്ലാം വേണം, ഒന്നും കളയരുത്, എല്ലാം ആവശ്യമാണ്. എന്നാൽ അതേ സമയത്ത് വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാവുന്ന ഒന്നുമില്ല. പേഴ്സണൽ പ്രയർ ഒറ്റയ്ക്കിരിക്കണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടെ. രാവിലെ എഴുന്നേറ്റോ അല്ലെ വൈകിട്ടോ എവിടെങ്കിലും കഥ കടച്ച്, ഈശോ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ കഥ കടച്ച് ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിങ്ങളുടെ മുറിയിൽ പറ്റുമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാനുള്ള പ്രേരണകൾ ദൈവം തരും. 110-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, 110-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. കർത്താവിന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. നീ അവിടെ ഇരിക്കുക. ഇതാണ് പേഴ്സണൽ പ്രയറിന്റെ പ്രത്യേകത. നിങ്ങളിലൂടെയുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാവണമെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ അടുത്ത് സമാധാനമായി ഇരിക്കണം. ഉള്ള പ്രാർത്ഥനയെല്ലാം ചൊല്ലി ദിവസം മുഴുവൻ തീർത്തിട്ട് കർത്താവ്